ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഫിദ. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്നൊരു ഡെയിലി വ്ളോഗ് ആയിട്ടല്ല വന്നേക്കുന്നത്, ഒരു ന്യൂ വീഡിയോ, ഒരു ഈവനിങ് വ്ളോഗ് ആയിട്ടാണ് കേട്ടോ ഗൈസ് വന്നേക്കുന്നത്. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഒരു സ്കൂട്ടർ നോക്കാനാണ് പോകുന്നത്. പോയിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് നിർത്തുന്നുണ്ട് സ്കൂട്ടർ. ബിക്കോസ് ഞങ്ങൾക്ക് റൂട്ടൊന്നും അറിയില്ല. ഒരു പെട്ടി പോലത്തെ ഒരു എന്താ പറയുക, ബ്രിഡ്ജിൻ്റെ മണ്ടയിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. സ്ഥലം പൊൻകുന്നമാണ്. അവിടെ നിന്ന് കുറച്ചും കൂടെ പോകണം. റൂട്ടൊക്കെ ഇപ്പോൾ അത്തച്ച് വിളിച്ച് നോക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ രൂക്ഷമായി ഞാൻ അങ്ങോട്ടൊക്കെ നോക്കുന്നത്. പിന്നെ ഞാൻ വണ്ടി കയറി ദീർഘയാത്രയാണ്. ഒരു ഷോർട്ട് കട്ടൊക്കെ ചാടിയിട്ട് ഒരു വലിയ ഒരു സ്ഥലത്താണ് ഒരു വീട്. അപ്പം അവിടെ ഞങ്ങൾ പോവുകയാണ്. അപ്പം ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് വണ്ടി ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ നമുക്കൊന്ന് പോയി നോക്കാം. നൈഫിനെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ടാണ് കേട്ടോ ഗൈസ് പോയേക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ എന്താവുമെന്ന് അറിയത്തില്ല, നമുക്ക് പോയി നോക്കാം. ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. അത്തച്ചി ആ വണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് കേട്ടോ ഗൈസ് വണ്ടി. ഡിയോ ആണ്. അമ്മയ്ക്ക് ആക്റ്റീവ പിടിക്കത്തില്ല, സോ ഡിയോ ആണ് എടുക്കുന്നത്. അപ്പോഴാണെങ്കിൽ ഞങ്ങൾ അത്തച്ച് ടെസ്റ്റ് ചെയ്യാൻ നേരത്തെ പോയി ഇവിടെ കൊണ്ട് വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് ഓപ്ഷനൊക്കെ കാണണമായിരുന്നു. ഞങ്ങൾ വണ്ടി എടുത്ത് അവിടുന്ന് വിട്ട് ഞങ്ങൾ അമ്മ ആ വണ്ടിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒന്നും മിണ്ടുന്നില്ല, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ ചെന്നത് പേൾ വൈറ്റിലോട്ടാണ് കേട്ടോ ഗൈസ്. പേൾ വൈറ്റിലേക്ക് കയറി ബുക്കൊക്കെ വായിക്കണമായിരുന്നു. ബുക്കും വൈറ്റ് ബുഷൊക്കെ വാങ്ങിക്കണമായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ അമ്മയ്ക്കും വാങ്ങിക്കണമായിരുന്നു. അതിന് വേണ്ടി പേൾ വൈറ്റിൽ കയറിയപ്പോൾ വീഡിയോ എടുത്തത് ശരിയല്ല, എങ്കിലും കുഴപ്പമില്ല എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഞാൻ ആദ്യം പോയി ചോദിച്ചത് ബുക്ക് ആണ്. ഞാൻ കഴിപ്പിച്ച് തരാം കേട്ടോ ഗൈസ്. കേൾക്കത്തില്ല വോയിസ് ഓവർ അങ്ങനെ ആയതുകൊണ്ട്. ബട്ട് ഞാൻ ആദ്യം പോയി അവിടെ ചോദിച്ച ബുക്കാണ്. ബുക്കിൻ്റെ ഓരോ വിലകൾ തോന്നി. എന്തിനാ വലിയ ബുക്ക് വാങ്ങിക്കുന്നത്? സോ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള 60ൻ്റെ ഒരു ബുക്ക് വാങ്ങിച്ചു. അത് വാങ്ങിച്ച് പിന്നെ അങ്ങോട്ട് കയറിയിട്ട് ഒരു ബുഷൊക്കെ നോക്കുന്ന എടുക്കാൻ പറ്റില്ല, അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു അമ്മയൊക്കെ. സോ ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ആ ബുക്കിൻ്റെ കളറൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ ആണെങ്കിൽ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. ബില്ലൊക്കെ സെറ്റിൽ ചെയ്യണമായിരുന്നു. അവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത് കുറച്ച് മാറിപ്പോയിട്ടുണ്ട്, എങ്കിലും കുഴപ്പമില്ല. ഇതാ ആ ബുക്കൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ആദ്യം കാണിച്ചത് ഒരു വരയില്ലാത്ത ബുക്കായിരുന്നു, അത് റീപ്ലേസ് ചെയ്ത് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ അത് കടയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ബട്ട് ഒത്തിരി ഉണ്ടായിരുന്നു ഗൈസ് പർച്ചേസ്. അപ്പോഴാണെങ്കിൽ അമ്മയും കുറച്ച് സാധനങ്ങളൊക്കെ വായിച്ചു. ഞാൻ അവിടെ തന്നെ പോസ്റ്റ് ആയിട്ടിരിക്കുന്നത്. ആ ബുക്ക് എനിക്ക് ശരിയായി കിട്ടിയില്ല. ഒത്തിരി ബുക്ക് ഉണ്ടായിരുന്നു, ബട്ട് എനിക്ക് ഒത്തിരി ശരിയായി കിട്ടിയില്ല. ഞങ്ങൾ ബുക്ക് ഒരെണ്ണം എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുന്നു. വീണ്ടും അവിടെ നിന്ന് കേട്ടോ ഗൈസ് കുറച്ച് നേരം. അതിന് മുമ്പ് ബേക്കറിലൊക്കെ കയറി കുറച്ച് ജിലേബിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ കയ്യിലിരിക്കുന്നത് ഞാൻ എടുക്കാൻ വന്നുപോയി. ഈ വീഡിയോയുടെ ലാസ്റ്റ് അതുകൊണ്ട് ഗൈസ് എഡിറ്റ് ചെയ്തപ്പോൾ എല്ലാം കൂടെ കുഴഞ്ഞു പോയതാണ്. അവിടെ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. വീട്ടിലുള്ള റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആ റോഡിൽ ഡ്രസ്സിൻ്റെ ഭംഗിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നൈഫ് ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ പേൾ വൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന സീനാണ്. ഇവിടെയാണ് എഡിറ്റ് ചെയ്ത് പോയത്. അപ്പോൾ ടാറ്റാ.